കേരളത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമെന്നറിയപ്പെടുന്ന ഡിവൈൻ റിട്രീറ്റ് സെന്ററിൽ കടന്നു ചെല്ലുവാനിട വന്നപ്പോൾ അവിടെ കേൾക്കുവാൻ പരിശുദ്ധാത്മാവേ, നിത്യമഹത്വം നീ, നിസ്തുല സ്നേഹം നീ, സ്വർഗസ്ഥാനപതി സർവചരാധിപതി, വിശ്വസ്നേഹനിധി ത്യാഗമതി, നിത്യപ്രാർത്ഥനയിൽ ദിവ്യകടാക്ഷം നീ, ധന്യസഭാ ഗുരുവേ കൃപ ചൊരിയൂ, ധന്യസഭാ ഗുരുവേ കൃപ ചൊരിയൂ, ധന്യസഭാ ഗുരുവേ കൃപ ചൊരിയൂ. പ്രാർത്ഥനാ വഴികളിൽ കാൽവരിയാഗത്തിന്റെ അനുസ്മരണാഘോഷങ്ങളുടെ ഹൃദയതാളം. പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ P.K. ഗോപിയുടെ വരികൾക്ക് ടോമിൻ ജെ തച്ചങ്കരി ഈണം പകർന്ന അനശ്വര ഗാനം. ആത്മാവിലെ അനുഭൂതിയായി തലമുറകൾ ഏറ്റുപാടിയ ആ മനോഹര ഗാനങ്ങൾ. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ലല്ലല്ലാ ലല്ലല്ലാ ലല്ലാ ലല്ലാ ലാലലാ. രക്ഷക, ആ വാക്ക് തന്നെ പ്രത്യക്ഷത്തിൽ ഒരു വലിയ കവാടം തുറക്കുന്നതാണ്. ആ അപേക്ഷയിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാശക്തിയോടുള്ള അപേക്ഷയുണ്ട്, ഒരു വിളിയുണ്ട്. ഞാനങ്ങ് താണു വീണ് കേണ് അപേക്ഷിക്കുകയാണ്, എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. അത് ഞാൻ എഴുതി, അത് എനിക്ക് പാടിത്തന്നു. അപ്പോൾ എനിക്കത് കോൺഫിഡൻസായി. ഈ ട്യൂണുമായിട്ടത് ചേർന്ന് പോകുന്നല്ലോ. പിന്നീടുള്ള വരികൾ എഴുതാൻ ഒരു പ്രയാസം ഉണ്ടായില്ല. അങ്ങനെ ഇടുക്കിയിൽ SP ആയിട്ടിരിക്കുമ്പോൾ അവിടെ ഒത്തിരി ഇപ്പോഴത്തെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണല്ലോ, ഗഞ്ച കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു. ഈ കഞ്ചാവിൻ്റെ കൃഷിയുടെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വ്യാപകമായ രീതിയിൽ ഡിസ്ട്രക്ഷൻ നടത്തിയപ്പോൾ എന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. ഇതുകൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും 4 മാസം കഴിഞ്ഞപ്പോഴേ ഈ കഞ്ചാവ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ കോട്ടയം SP ആയിട്ട് മാറി. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് വളരെ വിഷമമുണ്ടായി. എനിക്കിത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ വിഷമത്തിലിരിക്കുമ്പോഴാണ് എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഡിവൈൻ സെൻറ്ററിൽ പോയി പ്രാർത്ഥിച്ചതൊക്കെ ശരിയാവും. അങ്ങനെ എനിക്ക് അപ്പോൾ ഒരു വിശ്വാസമൊന്നുമില്ല. ഞാനങ്ങനെ ഡിവൈനിൽ ചെല്ലുന്നു. അങ്ങനെ എനിക്ക് 5 ദിവസത്തെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു. വലിയ മാറ്റങ്ങളായി. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, എൻ്റെ ഫീസ് ആദ്യം ഫീസൊന്നും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 350-400 രൂപയുടെ ഫീസുള്ളൂ. അച്ഛൻ പറഞ്ഞു, ഫീസൊന്നും തരണ്ട, ഞങ്ങൾക്കൊരു പാട്ട് ചെയ്ത് തന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വെസ്റ്റേൺ മ്യൂസീഷ്യനാണ്, എനിക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല, ഈ ക്രൈസ്തവ ഭക്തിഗാനമൊന്നും അതൊന്നും സാരമില്ല, സാരങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ. എനിക്ക് കൃത്യ ഓർമ്മയുണ്ട്, പനക്കിളച്ചൻ്റെ ഒരു നിർബന്ധപ്രകാരമാണ്. നായ്ക്കപ്പറമ്പിലൊന്നും അച്ഛനെ കാണാറില്ല, ഉള്ളൂരച്ഛനോട് ഉണ്ടെന്ന്. പനക്കിളച്ചൻ പകരം അങ്ങനെ ഞാൻ ഒരു പാട്ട് അച്ഛനെ ഈ 350 പകരമായി ഒരു പാട്ട് ചെയ്യാനായിട്ട് ഇരുന്ന്, അന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കമ്പോസ് ചെയ്യുന്ന സോങ്ങാണ് രക്ഷക, എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ എന്നുള്ള ഗാനം. രക്ഷക, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ കുന്നിൻ മുകളിലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ദേവാലയത്തിൽ നിന്നും ഓരോ പ്രഭാതങ്ങളിലും ഒഴുകിയെത്തിയിരുന്ന ഗാനവീചികളിൽ അതു കേട്ടുറക്കമുണർന്ന ബാല്യകാലം. തൻ്റെ സംഗീതയാത്രകളിൽ ഈ ആദ്യാനുഭവങ്ങൾ നിറപ്പകിട്ടാർന്നപ്പോൾ മലയാളക്കരയാകെ ഏറ്റെടുത്ത ഈ മനോഹര ഗാനങ്ങൾക്ക് പിറവിയായി. പറഞ്ഞ പോലെ ഞാൻ അധികം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ കേൾക്കാതിരിക്കുകയും
എൻ്റെ സ്വന്തമായ രീതിയിൽ ചെയ്തുകൊണ്ടായിരിക്കും ഒരു ഫോക്ക് ടൈപ്പിലാണ് ചെയ്തത്. അപ്പോൾ ഇതാദ്യം എഴുതണം. ആദ്യം ഞങ്ങൾ മ്യൂസിക് ഇടുകയാണ് ചെയ്യുന്നത്. അന്ന് നിങ്ങൾക്കറിയാം ഈ സലീൽ ചൗധരിയൊക്കെ ഇന്ത്യയിൽ കേരളത്തിൽ വന്നു. പിന്നെ മ്യൂസിക്കിന് പ്രാധാന്യം മൊത്തം പണ്ട് എഴുതിയിട്ട് മ്യൂസിക് ചെയ്യുക. പിന്നെ എല്ലാവരും ഇളയരാജ, സലീൽ ചൗധരി, അതുപോലെ മറ്റുള്ള എല്ലാ മ്യൂസീഷ്യൻസും വന്നിട്ട് ആദ്യം ട്യൂൺ ഇടും, പിന്നെ എഴുതും. അപ്പം ഞാനും ആദ്യം ട്യൂൺ ഇട്ടു ഈ പറയുന്ന ഫോക്ക് ടൈപ്പിൽ. അപ്പോൾ എഴുതാൻ വേണ്ടി ആരും ഫാസിൽ, ഈ ഫഹദ് ഫാസിൽ, എൻ്റെ ഫാദർ ഫാസിൽ എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഫാസിൽ പറഞ്ഞു, സാറേ നല്ലൊരു എഴുത്തുകാരനുണ്ട് PK ഗോപി. അപ്പോൾ പുള്ളി ക്രിസ്ത്യാനിയൊന്നുമല്ല. അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ചെയ്തിരിക്കുന്ന സംഗീതം അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ PK ഗോപി ഇതൊന്നും വലിയ നിലയിൽ വരുമെന്നോ ഇത്രയധികം ശ്രദ്ധ നേടുമെന്നൊന്നും ഓർമ്മയില്ല. പനക്കിളച്ചന് 350 പകരം ഒരു പാട്ട് ചെയ്ത് കൊടുക്കണം, പാട്ട് മാത്രമായിട്ടാണ് പ്ലാൻ ചെയ്തത്. നീറുന്ന മനസ്സുകളുടെ നൊമ്പരങ്ങൾക്ക് സാന്ത്വനത്തിൻ്റെ സ്നേഹവചസ്സുകൾ പകർന്നേക്കിയ ക്രിസ്തുനാഥൻ്റെ സ്നേഹസ്പർശം അക്ഷരങ്ങളാക്കി പകർത്തുമ്പോൾ തൻ്റെ അനുഭവങ്ങളിൽ താൻ തൊട്ടറിഞ്ഞ ദൈവസ്നേഹം ശ്രോതാക്കളിലും പകർന്നേകുകയാണ് ഈ അനുഗ്രഹീത ഗാനരചയിതാവ്. രണ്ട് ഘടകങ്ങളാണ് പാട്ടിനെ വിജയിപ്പിക്കുന്നത്. ഒന്ന് അതിൻ്റെ സാഹിത്യം, 2 അതിൻ്റെ സംഗീതം, 3 അതിൻ്റെ അവതരണം, ആവിഷ്കാരം അല്ലെങ്കിൽ നാദസൗഭാഗ്യം. അത് പാട്ടുകാരൻ്റെ വകയാണ്. നാദവ്യവസ്ഥയുടെ ആത്മാവറിയാവുന്ന യേശുദാസിൻ്റെ ഭാഗ്യം ചെയ്ത ഈശ്വരീയമായ കണ്ഠത്തിലൂടെ കയറി ഇറങ്ങിയപ്പോൾ ഈ പാട്ട് അനശ്വരഭാവം ആർജിച്ച ഒന്നായി. ഏറെക്കാലം യേശുദാസ് എന്ന അനുഗ്രഹീതൻ, ഞങ്ങളുടെ ദാസേട്ടൻ, നമ്മുടെ ദാസേട്ടൻ ഗാനമേളയിൽ ആദ്യം പാടുന്ന പാട്ട് രക്ഷക ആയിരുന്നു. ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ, ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായിതാ തിരുജീവനേകി നീ. PK ഗോപി വന്ന് ട്യൂൺ നോക്കിയപ്പം പുള്ളി അതനുസരിച്ച് ആദ്യം പുള്ളി തത്തീര എന്നുള്ളതാണ് ഇട്ടേക്കുന്നത് ഞാൻ ട്യൂണ്. അപ്പോൾ പുള്ളി രക്ഷക എന്ന് പറഞ്ഞ് ടൈം എടുത്ത്, എനിക്കൊന്നും ഒരു ദിവസം പോലും എടുത്തില്ല. ഞങ്ങളങ്ങനെ റെക്കോർഡ് ചെയ്യാനായിട്ട് പോയി. അന്ന് ബിജു നാരായണ അതിൻ്റെ ട്രാക്ക് പാടുന്നത്. അന്ന് ഈ പാട്ട് റെക്കോർഡ് ചെയ്തു. അപ്പോൾ പറഞ്ഞു ഇത് പാട്ട് മാത്രമായിട്ട് പറ്റത്തില്ല, 5-10 പാട്ട് വേണം. അങ്ങനെ 10 പാട്ട് എൻ്റെ ഓർക്കസ്ട്ര ഇങ്ങനെ ഈ ഡമ്മി ഇട്ടിട്ട് പാടി. സംഗീതമാണ് എല്ലാം. ഹൃദയത്തിൽ സംഗീതമില്ലാത്ത ഒരാളും ഇല്ല. ആ സംഗീതത്തിൽ ഞാനൊരു വാക്ക് ചേർത്ത് വെച്ചു. ആ വാക്ക് അതിന് യോജിക്കുന്നതായിരുന്നു. അതിന് ക്രിസ്തീയ സമൂഹത്തിൻ്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന, ആരാധനയോട് ചേർന്ന് നിൽക്കുന്ന, ഭക്തിയോട് ചേർന്ന് നിൽക്കുന്ന, അവരുടെ ഏകാന്തമായ പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുന്ന ഒരർത്ഥവ്യവസ്ഥ ഉണ്ടായിരുന്നു. അതിനൊരാഴവും ഉണ്ടായിരുന്നു, അതിനൊരു ഹൃദ്യതയും ഉണ്ടായിരുന്നു, അതിനൊരു ലാളിത്യവും ഉണ്ടായിരുന്നു. പാട്ട് ലാളിത്യമുള്ളതാണെങ്കിലാണ് കൂടുതൽ എളുപ്പത്തിൽ ആളുകളെ ആകർഷിക്കുക. ബലിദാനമായിതാ തിരുജീവനേകിനി, ബലിദാനമായിതാ തിരുജീവനേകിനി. കേഴുന്നു ഏകാകി ഞാൻ നാഥാ നീ കനിയില്ലയോ. പാട്ട് ഈ ഒരു പാട്ട് വളരെ നന്നായി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് യേശുദാസിനെ കൊണ്ട് പാടിപ്പിക്കാം. അങ്ങനെ യേശുദാസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം തരംഗണിയിലെ ഗാനങ്ങൾ ആലപിക്കാണ്ട് ശാന്തസ്ഥലയിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് എറണാകുളം റൂറൽ SP ആണെന്ന് തോന്നുന്നു. ഞാൻ അവിടുന്ന് യൂണിഫോം ഒക്കെ ഇട്ട് അവിടെ ചെന്നു. ദാസേട്ടൻ എന്നെ കണ്ടു. ദാസേട്ടൻ പാട്ട് കേട്ടപ്പോൾ നമുക്കെന്നാൽ ഒരു പാട്ടൊക്കെ പാടിയേക്കാം അല്ലേ എന്ന് പറഞ്ഞ് ദാസേട്ടൻ ഈ പാട്ട് പാടാനായിട്ട് എടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു പഠിപ്പിച്ച് തരണം. ഞാൻ പറഞ്ഞു ദാസേട്ടനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് പാട്ട് ഡമ്മി ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം ആ ബൂത്തിലേക്ക് കയറിയിട്ട് ഈ രക്ഷക എന്നൊരു ഒറ്റ വിളിയങ്ങ് വിളിച്ചു. അപ്പോൾ അത് എക്കോയും റിവേർബൊക്കെ ഇട്ട് കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എല്ലാവരുടെ തന്നെ രോമകുമവും, കാരണം ഇത് ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നി. അത് കഴിഞ്ഞ് അദ്ദേഹം പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കമ്പോസ് ചെയ്യുന്ന ഇടയവഴിയിൽ നിന്നുള്ള ഭാഗത്ത് ഞാൻ കമ്പോസ് ചെയ്തിട്ടിരിക്കുന്നു, അദ്ദേഹം പാടിയതും വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ദാസേട്ടാ അത് ഒന്ന് ഒരു മിനിറ്റ് ഇത് ഇങ്ങനെ അല്ലായിരുന്നു ഇട്ടിരുന്നത്, അങ്ങോട്ടൊന്ന് പാടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഹെഡ്ഫോണൊക്കെ താഴെ വെച്ചു.
താറ് തന്നെ അങ്ങ് പാടിയാൽ മതി. എന്നാലും എല്ലാവരും അങ്ങ് വിഷമിച്ചു. അപ്പം ഞാനും എന്ത് പറയും എനിക്കറിയത്തില്ല. അങ്ങനെ എല്ലാവരും പുള്ളിയെ തമാശിപ്പിക്കുക പറയുന്നൊന്നും ഇങ്ങനെ അവരൊക്കെ ഒരു പ്രത്യേക ജീവിതശൈലിയാണല്ലോ. അങ്ങനെ പറഞ്ഞ് ഒരു അരമുക്കാൽ മണിക്ക് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നോർമലായപ്പോൾ ഞാൻ വന്നിട്ട് വെരി സോറി. എന്നോട് ചോദിച്ചു, സാറിനിപ്പോൾ എത്ര വയസ്സുണ്ട്? ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മ ശരിയാണ് 26 or 27 വയസ്സാണ്. ഈ വയസ്സിന് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാടി തുടങ്ങിയതാണ്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ പാടുമ്പോൾ ഇതുപോലെ ട്രാക്കൊന്നുമില്ല. ഫസ്റ്റ് സ്ട്രിപ്പിൽ തന്നെ ഞാൻ പാടുന്നത് ശരിയായെന്നിരിക്കും. പക്ഷെ ഞങ്ങളെ കൊണ്ടൊക്കെ 25, 30, 40 പ്രാവശ്യമാണ് ഇവരിങ്ങനെ പാടിപ്പിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യം പാടിയത് ശരിയായിട്ടും സാറിന് എൻ്റെ മകനാകാൻ പ്രായമുള്ള ആൾക്ക് എന്നെ കൊണ്ടിങ്ങനെ പാടിപ്പിക്കുന്നു. ചേട്ടാ പറ്റിപ്പോയി, അബദ്ധമാണ്. എന്നോട് പറഞ്ഞു, ഞാൻ ഈ പാട്ട് പാടുമ്പോൾ നന്നായിട്ടാകാനല്ലേ മാറ്റി പറയത്തുള്ളൂ, ഇതാണ് മറ്റേതിനേക്കാളും നല്ലത് എന്നറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ പാടിയത്. എന്നാൽ ഇനി പഴയ പോലെ പാടി. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും പഴയ പോലെ പാടണ്ട, ആ ദാസയുടെ ഉദ്ദേശം പോലെ തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് പാടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ഒരു പാട്ടേ ഒന്ന് പാടിയുള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞു. അപ്പം പിന്നെ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നല്ലൊരു ആൽബമാണ് അത്, ബാക്കി ഇനി പാട്ടുകളുണ്ടെങ്കിൽ എന്നുള്ള രീതി സൂചിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നെ അതിനകത്ത് ആത്മാവിൽ വരളമോളം പിന്നെ വേറെ 2 പാട്ടോടെ അതിനകത്ത് പാടിപ്പിച്ചു. നീറും മനസ്സിനേകിനി സ്നേഹം നിറഞ്ഞ വാക്കുകൾ, നീറും മനസ്സിനേകി നീ സ്നേഹം നിറഞ്ഞ വാക്കുകൾ. അങ്ങനെ ഒരു വാക്കിന് വേണ്ടി നാം കൊതിക്കില്ലേ പലപ്പോഴും? സാന്ത്വനത്തിൻ്റെ ഒരു വാക്സ്പർശം എന്ന് പറഞ്ഞാൽ വാഗർത്ഥങ്ങളുടെ സ്പർശം മനസ്സിനെ തഴുകിപ്പോണം. ബലിദാനമായിതാ തിരുജീവനേകിനി. എന്തിനാണ് ഈ മനുഷ്യപുത്രൻ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചത്? ചോദ്യമല്ലേ. എന്തിന്? മറ്റു മനുഷ്യരെയെല്ലാം കൊല്ലാനാണോ? അല്ല, മറ്റു മനുഷ്യരെ നന്മയിലേക്ക് ആനയിക്കാനാണ്. അതിന് എനിക്ക് പ്രപഞ്ചം നൽകിയിട്ടുള്ള ഏറ്റവും മൂല്യമായ സ്വത്ത് ജീവനാണ്. നീറും മനസ്സിനേകി നീ സ്നേഹം നിറഞ്ഞ വാക്കുകൾ, നീറും മനസ്സിനേകി നീ സ്നേഹം നിറഞ്ഞ വാക്കുകൾ, ശരണാർത്ഥിയായിതാ തിരുമുൻപിൽ നിന്നു ഞാൻ, ശരണാർത്ഥിയായിതാ തിരുമുൻപിൽ നിന്നു ഞാൻ പാടുന്നു. നമ്മൾ അന്ന് വരെ എന്ന് പറഞ്ഞെല്ലാം ഇങ്ങനെ ആരാധന അല്ലെങ്കിൽ യേശുവിനെ സ്തുതിക്കൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അർപ്പണ ബോധത്തോടുള്ള അങ്ങനെയുള്ള വരികളായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫോക്ക് സോങ്ങിൽ എഴുതിയ ഒരു സാധാരണക്കാരൻ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന ഒരു സാധാരണ നൈർമല്യമുള്ള ഒരു മൂടാണ് ഇതിലേക്ക്. തിരുമുമ്പിൽ നിന്നു ഞാൻ എൻ്റെ നീറുന്ന മനസ്സിന് നീ എന്തു നൽകി? സ്നേഹത്തിൻ്റെ വാക്കുകൾ നൽകി. എന്നിട്ടോ നീ നിൻ്റെ പ്രാൺ ബലിദാനമായി സമർപ്പിച്ചു. ഇത് കേട്ടാൽ ശരിക്ക് ഒരു ഭക്തൻ്റെ മനസ്സ് യഥാർത്ഥത്തിൽ ഭക്തിയുണ്ടെങ്കിൽ, ഭക്തിയുടെ തീർത്ഥം ഒഴുകുന്നുണ്ട് മനസ്സിലെങ്കിൽ അവനിത് ഇഷ്ടപ്പെടില്ലേ? അല്ലേ? അവൻ രക്ഷയ്ക്ക് വേണ്ടി മുട്ടുകുത്തുമ്പോൾ ദേവാലയത്തിൽ അവൻ ഈ പാട്ടിനെ സ്നേഹിച്ചു പോവുകയില്ലേ? രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഈ പാട്ടിൻ്റെ സംഗീതത്തിൽ സ്നേഹം ലയിച്ചു കിടന്നിരുന്നു. ഈ സംഗീതത്തിൽ സ്നേഹം ലയിച്ചതുകൊണ്ട് ഈ സംഗീതത്തിൽ വീഴുന്ന വാക്കിനും സ്നേഹമുണ്ടാകണം എന്നൊരു പക്ഷേ എൻ്റെ മനസ്സാക്ഷി കരുതിയിരുന്നിരിക്കാം. ഇതേ കരുതൽ ഇത് പാടിയവർക്കും ഉണ്ടായിരുന്നു എന്നുറപ്പല്ലേ? അങ്ങനെ നല്ല പാട്ടുകളുണ്ടായി, അതിലെനിക്ക് സന്തോഷമുണ്ട്. സ്നേഹം എന്നത് ഒരു പ്രചോദനമാണ്. എല്ലാ നന്മകളും ചെയ്യാനുള്ള ഒരു ആന്തരിക പ്രചോദനം. അതാണ് ദൈവസ്നേഹം. അതുകൊണ്ടാണ് മാനവകുലത്തിൻ്റെ പാപഭാരമെല്ലാം ഏറ്റെടുത്ത ദിവ്യരക്ഷകൻ കൂരിരുൾ പാതയിൽ കാവൽ വിളക്കായത്.
ആ സ്നേഹപ്രകാശം, ആ അനന്ത സ്നേഹം നമുക്ക് മാർഗദീപമാകട്ടെ. ഓ കാൽവരിക്കുന്നിലെ കാരുണ്യമേ, കാവൽ വിളക്കാവുക. ഈ കഥയുടെ ഉള്ളിലൊരു ദർശനമുണ്ട്. ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ ഒരു ദർശനമുണ്ട്. അതിദാരുണമായി ക്രൂശിലേറ്റപ്പെട്ട മഹാപുരുഷന്മാരുടെ പുരുഷനായ, മഹാകാരുണ്യത്തിൻ്റെ കാരുണ്യമായ, ദയാലുക്കളുടെ ദയാലുവായ, നിരപരാധികളുടെ നിരപരാധിയായ, നേരിനു വേണ്ടി മാത്രം ജീവിച്ച് സ്വയം ബലി കൊടുക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ ലോകത്തിൻ്റെ വെളിച്ചമായി മാറുന്ന ചിത്രമാണ് കാൽവരിക്കുന്നിലെ കാരുണ്യമേ. കാവൽ വിളക്കാവുക. ആർക്കാണ് കാവൽ? എനിക്കും നിങ്ങൾക്കും ലോക ജനതയ്ക്കുമാണ് കാവൽ. കാലത്തിൻ്റെ കാവലാണ് ഇത്. കാൽവരിക്കുന്നിലെ കാരുണ്യമേ, കാവൽ വിളക്കാവുക. കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം കൊളുത്തിയിടുക. മാർഗം തെളിച്ചിടുക. വചനത്തിലെ രണ്ടാമത്തെ പാട്ടായിട്ടിട്ടിരുന്നത് കാൽവരിക്കുന്നിലെ എന്നുള്ള ഗാനമാണ്. അത് ചിത്രയാണല്ലോ പാടിയത്. അപ്പോൾ ആ പാട്ട് മാത്രമേ ഉള്ളൂ ഈ ഗോപി എഴുതിയിട്ട് ഞാൻ മ്യൂസിക് ചെയ്തത്. ബാക്കിയെല്ലാം മ്യൂസിക് ചെയ്തിട്ട് എഴുതിയതാണ്. ഈ വചനം ചെയ്ത സമയത്ത് 8 വയലിനുണ്ടായിരുന്നു, സിറ്റാർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തബല ലൈവാണ് വായിച്ചത്, എല്ലാം ലൈവാണ്. ഫ്ലൂട്ട്, ഡബിൾ ഫ്ലൂട്ടാണ് വായിച്ചത്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ടത്. പക്ഷേ ഈ തിരുവചനം വന്നതോടുകൂടി എല്ലാം ഒരു കീബോർഡിലേക്ക് മാറി. ഒരു കീബോർഡും ഒരു റിതം കമ്പോസറും. അങ്ങനെയാണ് ബെന്നിയും ഐസക്കും വയലിൻ ജേക്കബും എൻ്റെ അടുത്ത് വരുന്നത്. പിന്നീട് വളരെ നാൾ ഞങ്ങൾ ആ 3 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഈ വയലിനും ഈ ഡ്രമ്മും റിതവും എല്ലാം മിഷനുകളായി. അപ്പോൾ ഈ ഓർക്കസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഞാനൊരു മാറ്റം കൊണ്ടുവന്നു. ആ മാറ്റം പിന്നീട് എല്ലാവരും അവരുടേതായ രീതിയിൽ അത് അനുഗമിച്ചെടുത്തു. നമ്മളെല്ലാം സങ്കല്പശേഷിയുള്ളവരാണല്ലോ, അല്ലേ? ഈ മഹാത്മാവിനെ, ഒരു തെറ്റും ചെയ്യാത്ത ആളിനെ നടു റോഡിൽ ആക്ഷേപിച്ച് നടത്തി, ഭാരിച്ച കുരിശ് തോളിൽ വെച്ച്, ചാട്ടവാറ് കൊണ്ട് ശരീരം മുഴുവൻ അടിച്ചു പൊളിച്ച്, വേദനിച്ച് നിലവിളിച്ചിട്ടും അരുതേ അരുതേ എന്ന് ആയിരക്കണക്കിന് നാവുകൾ അപേക്ഷിച്ചിട്ടും മർദ്ദിച്ച് അവശനാക്കി. അധികാരത്തിൻ്റെ ദുഷ്ടത ഇത്ര അധികം ഭീകരമാണോ എന്നെ ചിന്തിക്കില്ലേ? പള്ളിയിലിരുന്ന് ആൾക്കാരെ നോക്കി ഇരിക്കുമ്പോൾ അങ്ങനെ തോന്നുകയില്ലേ? ഹൈലി ടെക്നിക്കലോ പ്രൊഫഷണലോ ഒന്നും അല്ലെങ്കിലും ആളുകളത് ഏറ്റെടുത്തു. പിന്നെ അതിന് അർത്ഥങ്ങളുടെ ഒരു അർത്ഥഭംഗി ഭയങ്കരമായിട്ടുള്ളൊരു ഗാനമായിരുന്നല്ലോ. പിന്നെ അതിനകത്ത് തന്നെ ഈ വചനത്തിലെ ഒരു പാട്ട് ഹിറ്റാകുമ്പോൾ തന്നെ മറ്റുള്ള പാട്ടുകൾ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണമാവും. അതുകൊണ്ട് തന്നെയാണ് അതിനകത്തെ എല്ലാ പാട്ടുകളും തന്നെ ഒരു നല്ല രീതിയിലേക്ക് പോയത്. അപ്പം ചിത്ര ആദ്യമായിട്ട് അഭിനയിച്ച ഒരു പാട്ടായിരുന്നു ഈ കാൽവരിക്കുന്നിലെ എന്നുള്ള ആ ഗാനം. കാവൽ വിളക്കായി കൂരിരുൾ നിറഞ്ഞ ജീവിത പാതകളിൽ മാർഗദീപമായി തെളിഞ്ഞത് അനന്തമായ ദൈവസ്നേഹത്തിൻ്റെ നേർസാക്ഷ്യമാണ്. PK ഗോപി, ടോമിൻ തച്ചങ്കരി സ്നേഹക്കൂട്ടായ്മയിൽ പിറന്ന കാൽവരിക്കുന്നിലെ കാരുണ്യമേ എന്ന ഗാനം ജനഹൃദയങ്ങൾക്ക് പകർന്നു നൽകിയ സാന്ത്വന തലോടൽ ചെറുതൊന്നുമായിരുന്നില്ല. മുൾമുടി ചൂടിച്ചു വച്ചിരിക്കുകയാണ്. എന്തുവാ മുൾമുടി? ഇതെന്തൊരു ദുഷ്ടതയാണ്, എന്തൊരു പ്രതീകമാണെന്നറിയാമോ? ഇതെല്ലാം പോയട്രിയാണ്. ബൈബിൾ പൂർണ്ണമായും പോയട്രിയാണ്, കവിതയാണ്. മുൾമുടി ചൂടി
അല്ലേ? എന്തിനാണ് ഈ ചൂടിയത്? പാപലോകം പവിത്രമാക്കാൻ. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം, നിങ്ങൾ പാപം ചെയ്യുകയാണ്, നിങ്ങൾ ദുഷ്കൃത്യം ചെയ്യുകയാണ്. അതിനാണ് ഞാൻ സ്വയം ബലിയായി ഈ കുരിശിൽ കിടക്കുന്നത്. അപ്പോൾ മുൾമുടി അണിഞ്ഞ് കുരിശിലേറി പാപലോകത്തെ പവിത്രമാക്കാൻ ഞാനിതെല്ലാം സഹിച്ചു. സഹനത്തിൻ്റെ ഒരു വലിയ ഏടാണ് ആ പാട്ടിൽ വരുന്നത്. കരയുകയില്ലേ? മുൾമുടി ചൂടി ക്രൂശിതനായി പാപലോകം പവിത്രമാക്കാൻ. മുൾമുടി ചൂടി ക്രൂശിതനായി പാപലോകം പവിത്രമാക്കാൻ. ആൾത്താരയിൽ കൊളുത്തി വച്ചിട്ടുള്ള ഒരു വിളക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ, മെഴുകുതിരി നാളം നോക്കി ഇങ്ങനെ കൈകുത്തി പാടുമ്പോൾ സ്വയം കരയുകയായിരുന്നു. ഗ്ലിസറിനൊന്നും ഒഴിച്ചല്ല, വികാരഭരിതയായി മുഖത്ത് കണ്ണീരൊഴുക്കുന്ന ഒരു ചിത്രയെ ആ പാട്ടിൽ കാണാൻ കഴിഞ്ഞതാണ് ഈ പാട്ടെഴുതിയതിലെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം. എൻ്റെ മനസ്സുരുകിപ്പോകുന്ന ഒരോർമ്മ അതാണ്. നിന്റെ വിശുദ്ധമാം വേദവാക്യങ്ങൾ എന്റെ ആത്മാവിനു മുക്തിയല്ലോ. സ്വീകരിച്ചാലും എന്നെ സ്വീകരിച്ചാലും. ഭക്തിഗാന രംഗത്ത് നമ്മളിപ്പോൾ എന്തെത് ക്ഷയമേ ദൈവത്തിൽ സ്നേഹം എന്ന് തുടങ്ങി, അല്ലെങ്കിൽ പൈതലാമേശുവെ തുടങ്ങി, അല്ലെങ്കിൽ എത്രയെത്ര ഗാനങ്ങൾ, മനോഹരവും നിർഗളമായ ഗാനങ്ങൾ പോകുമ്പോഴാണ് ഈ വചനം രക്ഷക അല്ലെങ്കിൽ കാൽവരിക്കുന്ന് ഒരിക്കലേശുത എന്നുള്ള പാട്ടുകളുമായിട്ട് വരുന്നത്. അത് ക്രൈസ്തവ ഭക്തി ഗാനരംഗത്ത് ഒരു വഴിത്തിരിവിന് കാരണമായി. അതിനുള്ള പ്രധാന കാരണം എനിക്ക് തോന്നുന്നു വർഷങ്ങളായി തുടർന്ന് വന്നിരുന്ന ഒരു പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ വചനം വന്നത്. അപ്പോൾ വചനം വരെയുള്ള ക്രൈസ്തവ ഭക്തിഗാന രംഗവും വചനത്തിന് ശേഷമുള്ള ക്രൈസ്തവ ഭക്തിഗാന രംഗവും വലിയ വ്യത്യാസങ്ങൾ വന്നു. പക്ഷേ അതിനുശേഷം ഞാൻ മാത്രമല്ല, വേറെ ഒത്തിരി പേര്, പീറ്റർ ചേരാനോട്, സണ്ണി സ്റ്റീഫന്, അങ്ങനെ കുറേയധികം പേരുകൾ വന്ന് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാനതിന് കാരണമായെന്ന് മാത്രമേ. അനശ്വരമായ അർത്ഥങ്ങൾ പാട്ടിലുണ്ടോ, ആ പാട്ട് നിലനിൽക്കും. ആ പാട്ടേ നിലനിൽക്കൂ. സാഹിത്യം ഞാനങ്ങ് സമർപ്പിച്ചു, സംഗീതം അദ്ദേഹം സമർപ്പിച്ചു, നാദം ചിത്ര ചേച്ചി സമർപ്പിച്ചു. അപ്പം ഇതെഴുതിയപ്പോൾ അതിൻ്റെ റെക്കോർഡിങ് സമയത്തും ഗോപി വന്നു. അപ്പോൾ അവിടെ എല്ലാം പുള്ളി ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാറ്റങ്ങൾ വരുത്തണോ എന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ ഓർമ്മയിലും അദ്ദേഹം ആദ്യം അങ്ങനെ സ്വസ്ഥമായി, സ്വതന്ത്രമായി, നിർഗളമായി എഴുതിയ വരികളാണ് അങ്ങ് വരെ അങ്ങ് പോയത്. അപ്പോൾ ഏതായാലും രക്ഷക എന്ന ഗാനം അനശ്വരമാക്കുവാൻ കഴിഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണം ഗോപിയുടെ വരികളുമാണ്. അത് അദ്ദേഹത്തിനും എനിക്കും ആ നന്ദി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനുള്ള ആദരവും സ്നേഹവും ഇപ്പോഴും ഉണ്ട്. രണ്ടു മനുഷ്യഹൃദയങ്ങൾ സ്നേഹത്തോടെ സംഭാഷണം ചെയ്യുമ്പോൾ സ്വയം സംഗീതമുണ്ടാകുന്നു. ആ വീട്ടിലിരുന്ന് ലയിച്ച് ഞാൻ എഴുതിയതാണ്. ഭാഷ ലയിച്ചു, സംഗീതം ലയിച്ചു, ആശയം ലയിച്ചു, ആദർശം ലയിച്ചു, അർത്ഥം ലയിച്ചു. ഇതെല്ലാം കൂടി സംഭവിച്ച ഒരു ലയന പ്രവാഹമാണ് ഈ പാട്ട്. എനിക്ക് തോന്നുന്ന ഒരു പ്രധാന കാര്യം, ഒരു പോലീസ് ഓഫീസറായ ഞാൻ ഒരു ഗാനം ചെയ്തപ്പോൾ ഒരു ഇനിഷ്യൽ പുള്ള് കിട്ടി. പിന്നെ ഈ ഗോപിയുടെയും വചനത്തിൻ്റെ ട്യൂണും കൊണ്ടുള്ള ഒരു
പ്രത്യേക ഒരു മൂഡ് കിട്ടി. ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിൻ്റെ ബാനറിലാണത് വന്നത് എന്നുള്ളത് കൊണ്ട് അതിനൊരു മൂഡ് കിട്ടി. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് വചനം ഒരു പ്രത്യേകതയ്ക്ക് കാരണമായത്. അപ്പം എനിക്ക് ഒന്ന് 10-30 വർഷം കഴിഞ്ഞു. ഇപ്പം 30 വർഷത്തിൽ കൂടുതലായി വചനം ഇറങ്ങിയിട്ട്. അപ്പോൾ ആ പാട്ടുകൾ കൊണ്ടാണ് ഇപ്പോഴും പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ കാലം കൂടുതലായിട്ട് ആളുകൾ എന്നെ അറിയുന്നത്. ഞാൻ ഇടയ്ക്ക് ഓർക്കും ക്രൈംബ്രാഞ്ചിലിരുന്ന് എത്രയോ പ്രസിദ്ധമായ കേസുകൾ തെളിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലിരുന്ന് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകൾ തെളിയിച്ചു ആൾക്കാർ, അല്ലെ KSRTCയിൽ ഇരുന്നപ്പോൾ എത്ര മാറ്റങ്ങൾ വരുത്തി. ഇതൊന്നും ആരും ഓർക്കത്തില്ല. എല്ലാവരുടെയും മനസ്സിൽ, അതിപ്പം ഹിന്ദുക്കളാകട്ടെ മുസ്ലിങ്ങളാകട്ടെ ക്രൈസ്തവരാകട്ടെ എല്ലാവരും ഈ പാട്ടുകൾ കൊണ്ടാണ് എന്നെ ഓർമ്മിക്കുന്നതും എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. മാനവകുലത്തിന്റെ പാപഭാരമെല്ലാം നീക്കുന്ന രക്ഷകനോടുള്ള ഈ പ്രാർത്ഥന ഗാനമായി പിറവിയെടുത്തിട്ട് 3 പതിറ്റാണ്ടുകൾ ഇന്നും പുതുമ മങ്ങാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അനശ്വര ഗാനം. ഈ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ മലയാളി മനസ്സുകളിൽ എന്നും ദൈവസ്നേഹത്തിന്റെ തലോടൽ പകർന്നേകുന്നു. ഈ 8 പാട്ടും എങ്ങനെ ഈ ടോമിൻ തച്ചങ്കരിയുടെ വീട്ടിൽ വെച്ച് ഒരൊറ്റ മുറിയിൽ വെച്ച് ഞാനത് എങ്ങനെ എഴുതിയെന്നോ ഇതെങ്ങനെ ഒഴുകി വന്നുവെന്നോ എനിക്ക് സത്യത്തിൽ ഒരു സ്വപ്നത്തിൽ എന്നവണ്ണം ഞാനിത് ചെയ്തതാണ്. ഞാനത് ട്യൂൺ കേൾക്കുന്നു, അത് ഞാൻ എഴുതി വെക്കുന്നു. ഞാനൊരു ഉപകരണം മാത്രമായിരുന്നു. എൻ്റെ വാക്കുകളുടെ ശേഖരത്തിൽ ഞാൻ പോയി മുട്ടി. എനിക്ക് ഓരോ വാക്കിങ്ങനെ വന്നു, ഞാനത് എഴുതി വെച്ചു. ആ വാക്ക് ഇതിൻ്റെ സംഗീതത്തോട് യോജിക്കുന്നോ എന്നറിയാൻ എനിക്ക് ഒരു സംഗീത സംവിധായകൻ ഉണ്ടായിരുന്നു. ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു ചെറിയ സംവിധാനത്തിൽ ജനിച്ച ഞാൻ ഇത്രയും വലിയ ഒരു നിലയിൽ, വലിയ നിലയിൽ എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങളെല്ലാം കരുതുന്ന പോലെ നിലയിലെത്തണമെങ്കിൽ എന്നെപ്പോലെ കഴിവുള്ള എത്രയോ പേരുണ്ടായിരുന്നു, അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ദൈവനിയോഗമാണ് എത്തിയത്. അപ്പം അതിനെല്ലാം അടിസ്ഥാനപരമായിട്ട് ദൈവവിശ്വാസവും ക്രൈസ്തവ അന്തരീക്ഷവും എന്നെ സഹായിച്ചിട്ടുണ്ട്. എളിയവരുടെ സങ്കേതമായ ദൈവപുത്രന് മുൻപിൽ നമ്മുടെ നിസ്സാര ജീവിതങ്ങൾ സമർപ്പിച്ച് നമുക്കും ഓരോ നിമിഷവും പാടാം. സ്വീകരിച്ചാലും എന്നെ സ്വീകരിച്ചാലും.